പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും കത്തെഴുതിയിട്ടുണ്ടോ? ജെൻസിയിൽപ്പെട്ടവരിൽ കുറച്ചുപേർ മാത്രമേ ഒരുപക്ഷെ കത്തെഴുതാനുള്ള സാധ്യതയുള്ളൂ. ആൽഫയിലുള്ളവരാണെങ്കിൽ വളരെ വളരെ കുറച്ചും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. വാട്സപ്പിൻ്റെ കാലത്ത് ആരാണ് കത്തെഴുതാൻ പോകുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവാം. പക്ഷെ ഒരിക്കലെങ്കിലും കത്തെഴുതിയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയില്ല. ലെറ്റേഴ്സ് ഫ്രം പെക്കിംഗ് എന്നൊരു ഇംഗ്ലീഷ് നോവലുണ്ട്. ലെറ്റേഴ്സ് ഫ്രം പെക്കിംഗ് പേർലസ് ബക്കിൻ്റെ നോവലാണ്. നോവലിലെ പ്രധാന കഥാപാത്രം എലിസബത്ത് അമേരിക്കക്കാരിയാണ്. ചൈനക്കാരനായ ജെറാൾഡിനെ വിവാഹം ചെയ്ത ശേഷം എലിസബത്ത് ചൈനയിലേക്ക് താമസം മാറ്റി. എന്നാൽ ചൈന ജപ്പാൻ യുദ്ധത്തിൻ്റെ സമയത്ത് ചൈനീസ് ഭരണകൂടം അമേരിക്കക്കാരെ രാജ്യത്ത് നിന്നും തിരിച്ചയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എലിസബത്തിനും ജെറാൾഡിനും പിരിയേണ്ടി വന്നു. ശേഷം ഓരോ 6 മാസം കഴിയുമ്പോഴും ജെറാൾഡ് അയക്കുന്ന കത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എലിസബത്ത് ജീവിച്ചത്. തൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നതിനുള്ള ഏക തെളിവ് ആ കത്തുകളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഒരു കത്തെഴുതാൻ സമയം മാറ്റിവെച്ചാൽ എക്കാലവും ഒരു കടലാസ് കഷണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അംശമുണ്ടാകും. വാട്സപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും കാലമാണെങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഇടയ്ക്കൊരു കത്തൊക്കെ എഴുതുന്നത് അവർ നമുക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. അത്തരം കുഞ്ഞു പരിശ്രമങ്ങൾ ബന്ധങ്ങളെ മനോഹരമാക്കും.